51 സങ്കീർത്തനം നമുക്കെല്ലാം അറിയാം. അതിന് തലക്കെട്ട് നമുക്കൊന്ന് നോക്കാം. സംഗീത പ്രമാണിക്ക് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനം. ദാവീദ് ബേത്ശേബയുടെ അടുക്കൽ ചെന്ന ശേഷം നാഥാൻ പ്രവാചകൻ ദാവീദിൻ്റെ അടുക്കൽ വന്നപ്പോൾ ചമച്ചത് എന്താന്ന് ചരിത്രം അറിയാത്തവർക്ക് ഒരു പിടിയും കിട്ടത്തില്ല. ദാവീദ് കഷ്ടകാലമൊക്കെ കഴിഞ്ഞിങ്ങനെ നല്ല കാലത്തിലോട്ട് കയറി. അവൻ്റെ വീട് മാറി, അവൻ്റെ വാഹനം മാറി, അവൻ്റെ കൂട്ടുകാർ മാറി, പൊസിഷൻ മാറി, ഭക്ഷണം മാറി, കിടക്ക മാറി. ഇങ്ങനെ മാറി 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 വരുമ്പോൾ നമ്മളെ മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ട്. ഒരു നന്മയുടെ കാലം, ഉയർച്ചയുടെ കാലം വരുമ്പോഴേക്കും നമ്മൾ അറിയാതെ നമ്മൾ മറ്റൊരാളായി പോകുന്നു. അത് നമുക്ക് നല്ലതല്ല. ദാവീദ് ഗുഹയിലിരുന്ന കാലമുണ്ട്, മരുഭൂമി കിടന്ന കാലമുണ്ട്, മകൻ്റെ മുമ്പിൽ നിന്ന് ഓടിയ കാലമുണ്ട്, പൊട്ടനായിട്ട് ഭ്രാന്തനായിട്ട് അഭിനയിച്ച കാലമുണ്ട്. രാജാവായി കഴിഞ്ഞപ്പോൾ അവനിലെ ജഡീകത ഉയർന്നു. നല്ല ഭക്ഷണം കഴിച്ച് വലിയ വലിയ ബംഗ്ലാവിലൂടെ ഇങ്ങനെ ഉലാത്തുന്ന കാലം. അങ്ങനെ നോക്കുമ്പോൾ മറ്റൊരു പുരുഷൻ്റെ ഭാര്യ അല്പവസ്ത്രധാരിയായി കുളിക്കുന്നത് കണ്ടു. നമ്മുടെ മഹാനായ ദാവീദ് ആ ഒരൊറ്റ നോട്ടത്തിൽ ചൂടുപഴിച്ചു. അരുതാത്തത് സംഭവിച്ചു. ആ ഒരു ദുർബല നിമിഷം യൗവനക്കാരെ അല്ല, യൗവനം നോക്കണ്ട, 10, 60 വയസ്സ് 70 വയസ്സ് വരെ ഈ പോരാട്ടം ഇങ്ങനെ കഠിനമായിട്ട് വേട്ടയാടും. മനുഷ്യൻ്റെ ആ സെക്ഷൽ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാത്ത എല്ലാവരും തൊപ്പിയിട്ടു. സെൽഫ് കൺട്രോൾ എന്ന് പറയുന്നത് അവിടെയാണ്. അതിനെ ദൈവം അത് വെച്ചിരിക്കുന്നത്. പോട്ടെ, ചുരുക്കി പറയാം, ദൈവം വെറുക്കുന്ന മഹാപാപം ചെയ്തു. അത് മറയ്ക്കാൻ കൊലപാതകം ചെയ്തു. പിറ്റേ ദിവസം പ്രവാചകൻ വീട്ടിൽ വന്നു. രാജാവിൻ്റെ വീട്ടിലൊക്കെ പ്രവാചകൻ വന്ന എന്നാ സ്വീകരണമായിരിക്കും അല്ലേ? ഭയങ്കര സ്വീകരണം കൊടുത്ത്, ഫുഡും കൊടുത്ത്, ഒരു പക്ഷേ ഗിഫ്റ്റും കൊടുക്കാൻ ഒരുക്കുമ്പോൾ പറഞ്ഞത് അവിടെ നിൽക്കട്ടെ, നീ പാപം ചെയ്തിരിക്കുന്നു. അത് ആ രൂപത്തിലല്ല, വേറൊരു രൂപത്തിൽ പറഞ്ഞു. ദാവീദ് മുട്ടൂത്തി, വാവിട്ട് കരഞ്ഞു. പാപമാണെന്നറിയാം, പക്ഷെ അത് മറച്ചാൽ മതി എന്നാണ് ഓർത്ത്. അങ്ങനെയാണല്ലോ ആദാം ഹവ്വയും പഠിപ്പിച്ചത്. അത് മറച്ചാൽ പോരാ. ദൈവത്തിൻ്റെ മുൻപിൽ മറയ്ക്കാൻ പറ്റില്ല. മനുഷ്യൻ്റെ മുമ്പിലേ മറയ്ക്കാൻ പറ്റൂ. അപ്പോഴും അവൻ പാട്ടെഴുതി, ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. നിന്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. എൻ്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണമേ. എൻ്റെ ലംഘനങ്ങളെ ഞാൻ അറിയുന്നു. എൻ്റെ പാപം എപ്പോഴും എൻ്റെ മുൻപിലിരിക്കുന്നു. നിന്നോട് തന്നെ ഞാൻ പാപം ചെയ്തു. നിനക്ക് അനിഷ്ടമായുള്ളത് ഞാൻ ചെയ്തിരിക്കുന്നു. ഞാൻ പാപം ചെയ്തത് ബത്ശേബയോടല്ല, അവളുടെ ഭർത്താവിനോടല്ല. ഞാൻ പാപം ചെയ്തത് എൻ്റെ രക്ഷിതാവും കർത്താവുമായ നിന്നോടാകുന്നു. പക്ഷെ ദാവീദ് അനുതപിച്ചേറ്റു പറഞ്ഞുകൊണ്ട് അനുതാപ സങ്കീർത്തനം എനിക്ക് നിങ്ങൾക്കും വേണ്ടി എഴുതി തന്നു. നമുക്ക് പാടാം എല്ലാ സാഹചര്യത്തിലും. ഗാഡ് ബ്ലെസ് യു. thank you